തീർച്ചയായിട്ടും ഇന്ന് തന്നെ നഗരസഭയിൽ നിന്ന് ഹെൽത്ത് വിഭാഗം അറ്റസ് ഫ്ലാറ്റിൽ പോയി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും തക്കതായ നടപടി സ്വീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ദുർഗന്ധം വമിച്ചിട്ട് പ്രദേശവാസികൾക്ക് ഭക്ഷണം കഴിക്കാനോ വീട്ടിലിരിക്കാനോ പോലും പറ്റാത്ത അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. ഇവിടെ ഈ വെള്ളം നമുക്കറിയാം, ഇത് കറുത്ത് കരിവാളിച്ചാണ് ഈ വെള്ളം വന്നത്. എന്തോ പാട ആ പ്രദേശത്ത് നെയ്യ് പൊങ്ങുന്നത് പോലെ മഴ പെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പ്രദേശം മൊത്തം ഈ രീതിയിലാവുന്നത്. ഇപ്പോൾ ഏതോ വലിയ സ്ഥാപനത്തിൽ നിന്നും ഇപ്പോൾ എല്ലാവരും സംശയം അറ്റ്ലസ് ഫ്ലാറ്റിൽ നിന്നാണ് പറയണത്, കക്കൂസ് മാലിന്യങ്ങളാണ് വന്നത്. ഇവിടെ വന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ദുർഗന്ധം വമിച്ചുള്ള അവസ്ഥയാണ്. തൊട്ട് അപ്പുറയും പാടം തന്നെയാണ്. ആ പാടത്ത് പോകുന്ന വെള്ളം കണ്ണീര് പോലെയുള്ള വെള്ളം പോകുന്നത്. അവിടെ യാതൊരു പ്രശ്നമില്ല. ചില ആളുകൾ പുല്ല് ചെയ്യുന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു. പുല്ല് ചെയ്യുകയാണെങ്കിൽ അവിടെയും പുല്ലുണ്ട്. ആ ചെയ്യുന്ന വെള്ളം യാതൊരു സ്മെല്ലും ഇല്ല, കളർമാറ്റവും ഇല്ല. ഇവിടെ കറുത്ത് കരിവാളിച്ച് പോകുന്നൊരു അവസ്ഥയാണ്. കക്കൂസ് മാലിന്യമാണ് എന്നുള്ള കാര്യം തർക്കമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ വെള്ളം സാമ്പിളിനെടുത്ത് പരിശോധിച്ച് പോയി. കൗൺസിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ വെള്ളം സാമ്പിളിന് താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. റിസൾട്ട് വരാൻ സമയമെടുക്കും. അതുവരെ ഒന്നും കാത്തു നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല നിലവിലുള്ളത്. ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരെല്ലാം കൂടി സംഘടിച്ച് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായും കൗൺസിലും ബന്ധപ്പെട്ട ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വരും. ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാനും ഇവിടെ സ്ഥാനം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് നാട്ടിലെ ആളുകൾക്ക് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ജീവിക്കണം, സമാധാനപരമായിട്ട് ജീവിക്കണം, ആരോഗ്യമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ പറഞ്ഞു, ഡെങ്കുവും ചിക്കൻഗുനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മഴക്കാലത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇനി വല്ലാത്ത രീതിയിൽ പുതിയ രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.